കേന്ദ്രം നൽകേണ്ട തുക തന്നാൽ ക്ഷേമ പെൻഷൻ 2500 രൂപയാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രം ഉപരോധം പിൻവലിച്ചാൽ ക്ഷേമ പെൻഷൻ 3000 വരെ ആക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ ഇപ്രാവശ്യത്തിലാണ് പറഞ്ഞത് 2500. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഈ 2500 2 ലക്ഷം കോടി റുപ്യ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് തരാതെ 10,000 കോടി റുപ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങളിപ്പോൾ 2000 ആക്കി. ഇനി ഈ പണമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ 2500 ആക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. 2500 എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ 1000 പറഞ്ഞിട്ട് 1600 ആക്കിയതുപോലെ 2500 പറഞ്ഞിട്ട് വേണമെങ്കിൽ 3000 ആക്കും. നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നൃപൻ, നോക്കൂ, 1600 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് എത്തിയത് കേരളത്തിന്റെ ഏത് സാമ്പത്തിക അവസ്ഥയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷേ വിമർശിക്കുന്നവർ ഇപ്പോഴും പറയുന്നത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 2000 രൂപയാക്കുമെന്നല്ലോ, 2500 രൂപ വരെ ആക്കുമെന്നായിരുന്നല്ലോ LDFന്റെ വാഗ്ദാനം. എന്തുകൊണ്ട് ആ 2500 രൂപ വാഗ്ദാനം പാലിക്കുന്നില്ല എന്ന് വിമർശകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 2500 രൂപയാക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏൽപ്പിക്കുകയാണ് പ്രത്യേകിച്ച് LDF ഭരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്മേൽ കേന്ദ്ര സർക്കാർ. ഇക്കാര്യങ്ങളൊക്കെയാണോ MV ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? വിനിഷ, ഈ കഴിഞ്ഞ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ, ഏറ്റവും അടിച്ചമർത്തപ്പെട്ട നിസ്വരായ വലിയ തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു കരുതലായിരുന്നു കഴിഞ്ഞ ക്യാബിനറ്റിൽ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ. ഏകദേശം 1 ലക്ഷത്തിൽ പരം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രഖ്യാപനം, ഒപ്പം 1 കോടിയിലോളം വരുന്ന പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ സംവിധാനങ്ങൾ, അവർക്കൊപ്പം തന്നെ യുവജനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, അവർക്ക് 1000 രൂപ നൽകിയത്, അംഗനവാടി വർക്കർമാർക്ക്, ഒപ്പം തന്നെ ആശാ വർക്കർമാർക്ക്, അത്തരത്തിലുള്ള എല്ലാ തരത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നൽകി. ഒപ്പം തന്നെ 2000 രൂപ 1600 നിന്ന് 2000-ലേക്ക് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പ്രഖ്യാപനം നടത്തി. അത്തരം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ കേവലം 1000 രൂപയായിരുന്നു പ്രഖ്യാപനം. പക്ഷെ അത് 1600 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ പ്രകടന പത്രിക പ്രകാരം 2500 വർദ്ധിപ്പിക്കേണ്ടത്. ഇപ്പോൾ 2000 ആക്കിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട 2 ലക്ഷം കോടി രൂപ അർഹമായ വിഹിതം അനുവദിക്കുകയാണ്, ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ 2500 അല്ല 3000-ലോട്ട് കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ LDF മുന്നണി തയ്യാറാകും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. കാരണം ജനങ്ങളോട് ഏറ്റവും പ്രതിബദ്ധതയുള്ള ക്ഷേമം ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന സാധാരണ മനുഷ്യരോട് നീതി പുലർത്തുന്ന ഒരു സർക്കാരാണ്. അവരോട് കരുതലുള്ള LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിക്കിടയിലും 2000 വർദ്ധിപ്പിച്ചു എങ്കിൽ, പ്രതിസന്ധി ഇല്ലാതിരുന്നാൽ, പ്രതിസന്ധി മറികടക്കാനായാൽ അത് 2500-ലേക്ക് 3000-ലേക്ക് വർദ്ധിപ്പിക്കും. പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് ജനങ്ങളുടെ അനുഭവം. അത് ചെയ്യുമെന്നൊരു പ്രഖ്യാപനമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഈ അതിദാരിദ്ര്യ മുക്ത കേരളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ ചില വിദഗ്ധന്മാരും പ്രതിപക്ഷവും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു ദിവസത്തെ പ്രഖ്യാപനമല്ല, മറിച്ച് വർഷങ്ങളായി തുടർന്ന LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് സാധ്യമായത്. അത് തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് LDF മാത്രമല്ല, UDF-ലെ ഘടകകക്ഷികളായ കോൺഗ്രസും ലീഗും മറ്റു ഘടകകക്ഷികളൊക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം അതിദാരിദ്ര്യരെ കണ്ടെത്തുകയും ആ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനത്തെയും ഇത് കള്ളമാണ് എന്നതാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഇതൊന്നും പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ഔദ്യോഗികമായ ഒരു പദവിയാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ പദവി, ഇതൊന്നും പ്രതിപക്ഷ നേതാവ് അറിയാത്തതാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് എല്ലാ പഞ്ചായത്തുകളിലും കേരളമാകെ സഞ്ചരിച്ച് എവിടെയെങ്കിലും അതിദരിദ്രർ ഇനിയുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ പ്രതിപക്ഷ നേതാവ് തന്നെ കണ്ടെത്താം. അദ്ദേഹം പറയുന്ന കണ്ടെത്തുന്ന ആളിനെ സുമനസ്സോടുകൂടി തന്നെ സർക്കാർ ഈ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തും. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ ഒരു വെല്ലുവിളിയും MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തി. ഒപ്പം തന്നെ PM3-യിൽ നടപടി സംബന്ധിച്ചും ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ സർക്കാർ ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഒരുങ്ങിയിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിനിഷ.